ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നല്ല അയിലക്കറി ഉണ്ടോ. നല്ല വലിയ സീനൊന്നുമില്ല, നമ്മൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എന്താ ചാറൊക്കെ നല്ല കുറുകി, ഒന്നും ചെയ്യാനില്ല. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ വെച്ചിട്ട്, പിന്നെ അതുകൂടാണ്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കാൻ വെക്കാം. തിളപ്പിക്കുമ്പോൾ തന്നെ ഈ മീനും ഇട്ടേക്കണം. എന്നിട്ട് വളരെ സ്ലോവിൽ നമ്മുടെ ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പുളിയും, ഞാൻ കുടപ്പുളി വെള്ളമൊന്നുമല്ല, നമ്മളെ നമ്മളെ വീട്ടിലുണ്ടായ കുടപ്പുളിയാണ് കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് കുടപ്പുളി, കുറച്ച് വേപ്പില, അല്ല പച്ച കളർ പോലും വേപ്പിലിൻ്റെ മാറിയിട്ടില്ല. ഇതൊക്കെ ഒരുമിച്ചിടുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കൂടാതെ തക്കാളി. അപ്പോൾ ഇട്ടിങ്ങായിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങായിട്ട് ഈ മീൻ ഇങ്ങനെ നെകക്കെ വെള്ളം ഒഴിക്കണം കേട്ടോ. കുറേ വെള്ളമൊന്നുമല്ല, അത്യാവശ്യം വെള്ളം. നമുക്കറിയാമല്ലോ ഇതിനൊരു കുറുകലില്ല. എന്നിട്ട് അടിപൊളി നമ്മുടെ കള്ള് ഷാപ്പിലൊക്കെ വെക്കണത്തൊക്കെ നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളത് അടിപൊളി അയിലക്കറി പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റാവുന്ന നല്ല റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത് കൂടാതെ നമ്മൾ നന്നായി തിളച്ചൊന്ന് വറ്റാവുമ്പോൾ ഒരല്പം പച്ച വെളിച്ചെണ്ണ, എൻ്റെ കയ്യിൽ മറ്റേ ഈ പാക്കറ്റാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാക്കറ്റിലെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അങ്ങോട്ട് പറ്റി നല്ല സെറ്റ് സാധനമല്ലേ, നല്ല എരിവ്. അടിപൊളി. കറണ്ട് പോയി. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു മുളക് കറിയാണിത്. ഒന്നും ചെയ്യല, മീൻ കഴുകുക, നമ്മുടെ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് ഇടുക, കുറച്ച് വെള്ളം ഒഴിക്കുക, അടപ്പത്ത് വെക്കുക, സെറ്റ്. തിളച്ച് വരുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, വേപ്പിലിടുക. പുളി ഒരു 3 കഷ്ണമൊക്കെ ഇടണോട്ടെ. ഇച്ചിരി പുളിയൊക്കെ കൂടി നിൽക്കണത് അയിലക്കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഓക്കെ, ബൈ ബൈ.